ഹലോ എവ്രി വൺ. സോ ഇന്ന് കേരള എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസിയുടെ രണ്ടാം ദിവസമായിരുന്നു, സെക്കൻഡ് ഡേ ആയിരുന്നു. സോ ഇന്ന് ഫാർമസിയുടെ ഫസ്റ്റ് ഡേ ആയിരുന്നു. ഇന്നത്തെ ഫാർമസി എക്സാം കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രില്യനിലെ വിദ്യാർത്ഥികൾ എല്ലാവരും എന്താ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. സോ ഇന്നത്തെ എക്സാമിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരോട് ചോദിച്ചറിയാം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സാം. സബ്ജക്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളത് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ നിങ്ങളുടെ ഇന്നത്തെ എക്സാം? നന്നായിരുന്നു. ഓക്കെ. ഹായ് മോളെ. ഹായ്. എന്താ മോളുടെ പേര്? ശ്രീഗംഗ. ശ്രീഗംഗ. എവിടെയാ വീട്? കണ്ണൂരാ അല്ലേ? ഓക്കെ. ഇന്നത്തെ നമ്മുടെ ഫാർമസി എക്സാം ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഓരോ സബ്ജക്റ്റ് വൈസ് നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം ഈസി ആയിരുന്നു. ബ്രില്യന്റെ മോഡൽ എക്സാം വെച്ച് കമ്പയർ ചെയ്തൊക്കെ ഈസി ആയിരുന്നു. അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. ഫിസിക്സും കെമിസ്ട്രി ആയിരുന്നു ഇന്നത്തെ എക്സാം ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെയായിരുന്നു ഫിസിക്സ് വൈസ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കെമിസ്ട്രി അങ്ങനെ നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു ഇൻ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ? ഫിസിക്സ് മോഡറേറ്റ് ആയിരുന്നു. കെമിസ്ട്രി ഓർഗാനിക്കും ഇനോർഗാനിക്കെല്ലാം ചോദിച്ചായിരുന്നു. ഓർഡേഴ്സ് ഒക്കെ ചോദിച്ചായിരുന്നു. ഓവറോൾ പറയുകയാണെങ്കിൽ മോൾക്ക് എങ്ങനെയാണ്, ഒരു മോഡറേറ്റ് ലെവലായിരുന്നോ അതോ ഈസി ആയിരുന്നോ? മോഡറേറ്റ് ഈസി ആ ഒരു ലെവൽ, മോഡറേറ്റ് ടു ഈസി ലെവലായിരുന്നു ഇന്നത്തെ എക്സാം. ഓക്കെ. ഹായ് മോളെ. ഹായ്. എന്താ പേര്? അഭിനന്ദ. എവിടെ വീട്? കോട്ടയം. ഓക്കെ. ഇന്നത്തെ എക്സാം മോൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ എക്സാം ആക്ച്വലി ഈസി ആയിരുന്നു. ഞാൻ ബ്രില്യന്റിന്റെ പ്രഡിക്ഷൻ വീഡിയോ ഒക്കെ കണ്ടിട്ടാ പോയത്. അതൊക്കെ ഉപകാരപ്പെട്ടോ? അതന്നെ, സാറ് പറഞ്ഞ ടൈപ്പ് ക്വസ്റ്റ്യൻസും ആ ഏരിയന്നൊക്കെ അധികം ക്വസ്റ്റ്യൻസ് വന്നു കാണാൻ സാധിച്ചല്ലേ? ഓക്കെ. അപ്പം ഫിസിക്സിലാണോ കെമിസ്ട്രിയിലാണോ ഏറ്റവും കൂടുതൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയത് ഏതായിരുന്നു? ചെയ്യാൻ പറ്റിയത് കെമിസ്ട്രി തന്നെയാണ്. കെമിസ്ട്രിക്കാണ് അധികം ചോദ്യങ്ങൾ അതിന്റെ ഉണ്ടായിരുന്നത്. ഓക്കെ. എങ്ങനെയാണ് ടൈം മാനേജ്മെന്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ? ടൈം ഒക്കെ ഓക്കെ ആയിരുന്നു. അവസാനം ഒരു മോർ ദാൻ 5 minutes എനിക്ക് കിട്ടി ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കാൻ. അപ്പൊ കറക്റ്റ് ആയിട്ട് അതൊക്കെ റിവ്യൂ ചെയ്ത് ഓക്കെ ആക്കി എന്നുള്ളത് ഉറപ്പാക്കി അല്ലേ? ഓക്കെ. അപ്പൊ ഇതിന് മുന്നത്തെ നമ്മുടെ ബ്രില്യനിലെ ഒരു പ്രാക്ടീസ് വൈസും ഒക്കെ കുറെ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ ഒരു ഈസിനെസ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ക്വസ്റ്റ്യൻസിലൂടെ വായിക്കാനൊക്കെ പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ അതേ രീതിയിലുള്ള നിങ്ങൾക്ക് ആണെങ്കിലും തിയറിന്നൊക്കെ ചോദിച്ചിരുന്നു ക്വസ്റ്റ്യൻസ്. അപ്പൊ അത് പെട്ടെന്ന് വായിച്ച് ആൻസർ ചെയ്യാൻ പറ്റി. അസേഷൻ റീസൺ ടൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു? അസേഷൻ റീസൺ അല്ല, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിരുന്നു. അപ്പൊ അത് ടൈമിന്റെ അങ്ങനെ വിഷയമൊന്നും പറഞ്ഞിട്ടായിരുന്നു ചോദിച്ചത്. ഓക്കെ. കൺഫ്യൂസിംഗ് ആയിരുന്നോ അതോ നോർമൽ? കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഓക്കെ. ഓവറോൾ മോൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ടു മോഡറേറ്റ്. ഓക്കെ. ഹായ്. മോളുടെ പേര്? അഹ്ദാട്ടി ബഷീർ. ഓക്കെ. എവിടെയാ വീട്? മലപ്പുറത്ത് തന്നെ. ഓക്കെ. ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? അത്യാവശ്യം ഈസി ലെവലായിരുന്നു അല്ലേ? ഓക്കെ. മോൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്? ഫിസിക്സ്, കെമിസ്ട്രി? എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ഫിസിക്സ് ആയിരുന്നു. കെമിസ്ട്രി പക്ക NCERT കുറച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം അത് ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം പക്ഷെ ലാസ്റ്റ് സമയം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വേറെ സബ്ജക്ട്സ് ഒന്നുമില്ലല്ലോ, ഫിസിക്സ് കെമിസ്ട്രി ആയതുകൊണ്ട്. അപ്പം ലാസ്റ്റ് ഒരു 15 minutes കിട്ടി. അപ്പം അങ്ങനെ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും നോക്കാൻ റിവ്യൂ ചെയ്ത് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കി, എല്ലാ ആൻസേഴ്സും വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കി അല്ലേ? നിങ്ങൾക്ക് സെൻട്രലിലെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സെൻട്രൽ എക്സ്പീരിയൻസ് വളരെ നല്ലതാണ്. കാരണം അവിടുത്തെ ഫ്രിസ്കും കാര്യങ്ങളും അതൊക്കെ ഭയങ്കര നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിക്കാണ്. ഇപ്പം നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഇരുത്തിയാലും നമുക്ക് ജസ്റ്റ് റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഷോർട്ട് നോട്ട്സ് ഒക്കെ ജസ്റ്റ് നോക്കാൻ പറ്റുമായിരുന്നു. എന്നിട്ടായിരുന്നു കുറച്ച് കഴിഞ്ഞ് വെച്ചിട്ട് 10:45 കൂടിയിട്ടാണ് സെൻറ്ററിൻ്റെ, അതായത് കമ്പ്യൂട്ടർ സെന്ററിന്റെ ഉള്ളിലേക്ക് കയറ്റിയത്. അതുവരെ നമുക്ക് ജസ്റ്റ് ടെൻഷൻ ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ടാണ് കയറിയത്. ഫ്രീ മൈൻഡോട് കൂടി കയറാൻ പറ്റി അല്ലേ? ഓക്കെ. അപ്പം സബ്ജക്റ്റിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ ഒരു ബ്രില്യനിലെ പ്രാക്ടീസിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ സാധിച്ചോ? ഏതൊക്കെ രീതിയിലാണ് അത് വന്നത്? കുറേ മോഡൽ എക്സാം ഇപ്പോൾ കഴിഞ്ഞല്ലോ. ഇപ്പം ഒരു ലാസ്റ്റ് ലാപ്പിലേക്ക് എത്തിയണല്ലോ മോഡൽ എഴുതി. അപ്പോൾ അതുകൊണ്ട് തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെ കുറേ തവണ കാണാൻ പറ്റി. അപ്പോൾ നമുക്ക് കുറേ സമയം കിട്ടാനുള്ളൊരു മെയിൻ റീസൺ അതായിരുന്നു. ഇത്രയും മോഡൽ എഴുതിയത് കൊണ്ട് ചിലത് ഡയറക്റ്റ് ആയിട്ടാണ് നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം ന്യൂമറിക്കൽ ഈവൻ സെയിം ന്യൂമറിക്കൽ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓർഗാനിക് ഒക്കെ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് പലതും കാണാൻ പറ്റി. അതൊക്കെ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ NCERT കുറച്ച് പക്കാ സാധനങ്ങൾ ചോദിച്ചാണ്. അപ്പം അത് കുറച്ചൊരു കൺഫ്യൂസിംഗ് ഉണ്ടായിരുന്നോ? കെമിസ്ട്രിയിൽ മാത്രം. ഫിസിക്സ് ഓക്കെ ആയിരുന്നു. ഓക്കെ. ഹായ്. മോളുടെ പേര്? ശ്രുതി. എവിടെയാ വീട്? പത്തനംതിട്ട. ഓക്കെ. എനിക്ക് തോന്നുന്നു മോൾ ഇന്നലത്തെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇന്നത്തെ ഫാർമസിയും കൂടെ എഴുതി. സോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഇന്നത്തെ എക്സാം നല്ലതായിരുന്നു, എളുപ്പമായിരുന്നു. ഇന്നലത്തെ വെച്ച് കമ്പയർ ചെയ്തപ്പം, അതായത് മാത്സ് ഇല്ല, ഫിസിക്സും കെമിസ്ട്രി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നലത്തെ ഫിസിക്സും കെമിസ്ട്രിയും ഇന്നത്തെ ഫിസിക്സും കെമിസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു കമ്പയർ ചെയ്തപ്പം?
ഇന്നത്തെ ആയിരുന്നു കുറച്ചുകൂടെ എളുപ്പമായിട്ട് ഈസി ആയിട്ട് വന്നത് അല്ലേ? ഓക്കെ. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് തോന്നിയത് ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ? എനിക്ക് കെമിസ്ട്രി ആയിരുന്നു എളുപ്പം. ഓർഗാനിക് ഇൻഓർഗാനിക് ഒക്കെ എല്ലാം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരുന്നു. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു മോളുടെ ഒരു പ്രാക്ടീസിന്റെ സമയത്ത്, ഇപ്പം മോഡൽ എക്സാമിന്റെ സമയത്തും പിന്നെ ബ്രില്യൻറ്റിൽ തന്ന ഓരോ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങളും ഒക്കെ ഇവിടെ അത് ശരിയായോ, അത് ഇവിടെ മുതലാക്കാൻ പറ്റി, എന്തായിരുന്നു അതിന്റെ ഒരു യൂസ്ഫുൾ ആയി, നല്ല രീതിക്ക് യൂസ്ഫുൾ ആയിരുന്നു? ഓക്കെ. അതിൻ്റെയൊക്കെ ഒരു ഫ്രീ മൈൻഡായിട്ട് പോയി എഴുതാൻ പറ്റി. ഓക്കെ. അപ്പം മോളുടെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ് മോഡറേറ്റ് ടു ഈസി ഏതായിരുന്നു? ഈസി ലെവലായിരുന്നു. ഓക്കെ. നല്ല സ്കോർ കിട്ടും ഉറപ്പാണ്. യെസ്, ഓൾ ദ ബെസ്റ്റ്. ഹായ്. ഹലോ. എന്താ മോൻ്റെ പേര്? മൈക്കിൾ. ഓക്കെ. എവിടെയാ വീട്? എറണാകുളം. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എക്സാം? കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു ഇന്നലത്തേക്കാളും. ഇന്നലത്തെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്നലത്തെ കെമിസ്ട്രി ഫിസിക്സ് ഇന്നത്തെ വെച്ച് നോക്കുമ്പോൾ എന്താണ്? ഇന്നത്തെ കുറച്ചും കൂടി ഈസി ആയിരുന്നു. അപ്പോൾ ഫിസിക്സ് ആയിരുന്നു അത് കെമിസ്ട്രി ആയിരുന്നു? കെമിസ്ട്രി ആയിരുന്നു. കെമിസ്ട്രിയിൽ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ കണ്ടിരുന്നത്? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ കൺഫ്യൂസ്ഡ് ആയിരുന്നു അതോ? ഇത്തിരി കൺഫ്യൂഷൻസ് വരും, എന്നാലും ടെക്സ്റ്റ് ബുക്ക് നല്ലോണം പഠിച്ച ഒരാൾക്ക് അതെന്തായാലും ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഡിലീറ്റഡ് പോർഷൻസ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, പക്ഷേ ഐ ഹാഡ് റെഫേർഡ് ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിന് അത്ര ഡിഫിക്കൽട്ടി വന്നില്ല. ഡിലീറ്റഡ് പോർഷൻസിൽ നിന്ന് പറഞ്ഞ ഇല്ലാത്തൊരു പോർഷൻസിൽ നിന്ന് ഉണ്ടായിരുന്നു, പക്ഷെ ചെറുതായിട്ടൊന്ന് നോക്കി പോയതുകൊണ്ട് അറിയായിരുന്നു ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് ആണോ? ഓക്കെ. അപ്പം ഫിസിക്സിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? ഫിസിക്സ് ഇന്നലത്തെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ വൺ സ്റ്റെപ്പ് എന്താ പറയാ ഇത്തിരി കൂടി ഹയർ ആയിരുന്നു, കുറച്ചും കൂടി ടഫായിരുന്നു. എന്നാലും ആൻസർ ചെയ്യായിരുന്നു അല്ലേ? കുഴപ്പമൊന്നുമില്ല. ടൈം കുറച്ചെടുക്കും, പക്ഷെ എന്നാലും we can answer that. അതിനത്ര ഡിഫിക്കൽട്ടി ഒന്നുമില്ല. മൈക്കിളിന് എങ്ങനെയായിരുന്നു എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാം ആൻസേഴ്സ് ഒന്ന് റിവ്യൂ ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നു? ആ നീറ്റിന്റെ മോഡൽ വെച്ച് പഠിച്ചു പോയത് കൊണ്ട് നമുക്ക് എല്ലാ ക്വസ്റ്റിനും 1 മിനിറ്റ് വെച്ചാണല്ലോ കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് 75 ക്വസ്റ്റിനാണല്ലോ. നമുക്കാണെങ്കിൽ ഇവിടെ 1 hour and 30 minutes ഉണ്ട്. അപ്പൊ എക്സ്ട്രാ കിട്ടുന്നത് 25 minutes. അപ്പൊ ആ ഒരു പാറ്റേൺ വെച്ച് പോയത് കൊണ്ട് ഐ ഹാഡ് മോർ ടൈം ടു അനലൈസ് ദോസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ. അപ്പം നല്ലൊരു സ്കോർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും. യെസ്, ഓൾ ദ ബെസ്റ്റ്. ഹായ്. ഹലോ. എന്താ പേര്? ഷബാബ്. എവിടെയാ വീട്? കണ്ണൂർ. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഈസി ടു മോഡറേറ്റ് ലെവലായിരുന്നു. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയതായിരുന്നു? എനിക്ക് കെമിസ്ട്രി പിന്നെ നന്നായിട്ട് തോന്നിയ. ഓക്കെ. മോൻ എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ പ്രാക്ടീസ് ഒക്കെ ചെയ്തു പോയ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയോ? മോഡൽ ചെയ്യുന്ന പോലത്തെ പാറ്റേൺ തന്നെയാണ് അധികം വന്നതുണ്ടായിരുന്നു അല്ലേ? പിന്നെ NCERT തന്നെയാ എല്ലാം ഉള്ളത്. NCERT സ്റ്റേറ്റ്മെന്റ്, NCERTയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അത് തന്നെയാ ഇന്നലെയും ചോദിച്ചു, ഇന്നും ചോദിച്ചു. ഏറ്റവും ന്യൂക്ക് ആൻഡ് കോർണേഴ്സ് എല്ലാം NCERTയുടെ ഇതിൽ വന്നിട്ടുണ്ടല്ലേ? കൂടുതലായിട്ടും. ഓക്കെ. അപ്പൊ ടൈം മോൻ എങ്ങനെയുണ്ടായിരുന്നു? ടൈം കുഴപ്പമില്ല, ഒരു ഇതിൽ പോയിന് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയി അല്ലേ? ഓക്കെ. അപ്പൊ ഏകദേശം നല്ല സ്കോർ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? ഉണ്ട്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. ഹായ്. എന്താ പേര്? എൻ്റെ പേര് കൗശിക്. എവിടെയാ വീട്? ഞാൻ കണ്ണൂരിന്ന്. എങ്ങനെയുണ്ടായിരുന്നു? മോൻ എങ്ങനെയായിരുന്നു? എക്സാം നല്ലതായിരുന്നു. കഴിഞ്ഞ ദിവസത്തിനും കാട്ടി കുറച്ചും കൂടി സിമ്പിളർ ആയി തോന്നി. കഴിഞ്ഞ ദിവസം എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് തോന്നിയ ഏതാ? ഫിസിക്സ്, കെമിസ്ട്രി? കമ്പാരിറ്റീവ്ലി ഇന്ന് എനിക്ക് ഈ ഫിസിക്സാണ് കുറച്ചും കൂടി എളുപ്പമായി തോന്നിയത്. ഈ നമ്മുടെ കെമിസ്ട്രിയിൽ കുറച്ചും കൂടി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വന്നതുകൊണ്ട് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അതൊന്ന് ആലോചിച്ചെടുക്കാൻ കുറച്ച് സമയം എടുത്തു. പക്ഷെ ഫിസിക്സ് കുറെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, പെട്ടെന്ന് അത് ചെയ്തു കഴിഞ്ഞു. എല്ലാത്തിനും കൂടെ ടൈം ഒക്കെ ഓക്കെ ആയിരുന്നില്ല? അതെ, തീർച്ചയായും. അവസാനത്തോട്ട് പിന്നെ ഒരു എക്സ്ട്രാ 10-15 മിനിറ്റ് കിട്ടിയിരുന്നു മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി റിവൈസ് ചെയ്യാനും പിന്നെ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ തീർക്കാനും പറ്റി. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഈ എക്സാം സെന്ററിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഫ്രിസ്കിംഗ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ എല്ലാം പ്രോപ്പറായിട്ട് ഓക്കെ ആയിട്ട് തന്നെയായിരുന്നു നടന്നേ? അതെ. ഫ്രിസ്കിംഗ് അങ്ങനെ ഇതായിട്ടില്ല, പക്ഷെ ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ വളരെ സ്മൂത്ത് ആയിരുന്നു. അതെ. ബാക്കി നിങ്ങൾക്ക് ടെക്നിക്കൽ ഇഷ്യൂ അങ്ങനെ ഒന്നും നേരിടേണ്ടി വന്നില്ലല്ലോ എക്സാം സെന്ററിൽ? ബാക്കിയെല്ലാം ഓക്കെ ആയിട്ട് സ്മൂത്ത് ആയിട്ട് പോയില്ലേ? അതെ, എല്ലാം സ്മൂത്ത് ആയിരുന്നു. പിന്നെ നമുക്ക് ക്യാമ്പസിനുള്ളിൽ കയറിയതിന് ശേഷം പിന്നെ ബാക്കി റിവൈസ് ചെയ്യാൻ കുറച്ച് സമയം കിട്ടിയിരുന്നു, അത് ഗുണകരമായിരുന്നു. അതൊക്കെയായിരുന്നു നല്ലത്. റിലാക്സ് ചെയ്യാനുള്ള ടൈം ഒക്കെ കിട്ടി? അതെ. ഓവറോൾ മോന്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ. നല്ല സ്കോർ കിട്ടുമെന്ന് ഉറപ്പല്ലേ? ശുഭാപ്തി വിശ്വാസം. യെസ്. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.